ഹലോ, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ എടുത്തിട്ടാണ് ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സെയിം നമ്മുടെ ഗുലാബ് ജാമുൻ പോലെ തന്നെയാണത്, പക്ഷേ റവ എടുത്തിട്ട് കുറച്ചും കൂടി സ്റ്റഫിങ്സ് ഒക്കെ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിലോട്ട് റവ ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ റോസ്റ്റഡ് റവ ആയാലും അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാത്ത റവ ആണെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാത്ത റവ കേട്ടോ ഉള്ളത്. അപ്പോൾ അത് 1 കപ്പ് റവ ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ചെറുതായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഈ ബട്ടറിൽ കേട്ടോ. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ റവ ഒന്ന് റെഡി ആയിട്ട് കിട്ടുമേ. അപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് റവ കരിഞ്ഞ് കിട്ടും. അപ്പോൾ 2-3 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം, ഒരു നുള്ളുപ്പ് കേട്ടോ. ഇനി റവൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പാൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ 1 കപ്പ് പാലിലോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വെള്ളം വേണ്ടെങ്കിൽ പ്രശ്നമല്ല, നമുക്കത് പാലാക്കിയാൽ മതി. അപ്പോൾ മൊത്തം 1.5 കപ്പ് പാലാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പം ഇനി എന്താ, നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഒരുപാട് ഷുഗറിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിതിപ്പോൾ ഷുഗർ സിറപ്പിലാണ് ഡിപ്പ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഇതിൽ കുറച്ച് പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം, ഒന്ന് ചൂടാറട്ടെ. അതിന് മുന്നേ നമുക്കിതിൽ ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഗുലാബ് ജാമുന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ സാധാ ഗുലാബ് ജാമുൻ്റെ അതേ ടേസ്റ്റിന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം, ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുലാബ് ജാമുനൊരു നല്ലൊരു സോഫ്റ്റും കൂടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യണത്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ടൊരു ഇത്തിരി ചൂടുള്ള സമയത്ത് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴേ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടും അതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഇത്തിരി നെയ്യ് കയ്യിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തേപോലെ ഒന്ന് കുഴച്ച് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 കപ്പ് പഞ്ചസാര, ഈ 2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും സിറപ്പ് വേണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഒരു ഏലക്ക നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഏലക്ക പൊടിയായിട്ട് ഇടാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏലക്ക പൊടിയായിട്ടും ഇഷ്ടമില്ലെങ്കിൽ ഏലക്കട സംഭവം സ്കിപ്പ് ചെയ്തിട്ട് കളയാനുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 പൊളി നാരങ്ങയും കൂടി ഇടാം, നാരങ്ങ നീര്, ജസ്റ്റ് ഒരു നല്ലൊരു പുളിപ്പിന് വേണ്ടിയിട്ടും, അല്ലാണ്ട് ഇത് അവിടെ ഇവിടെ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സിറപ്പിൽ നമ്മൾ ലെമൺ ജ്യൂസ് ഇടണത്. ഇനി നമുക്കിതിൽ സ്റ്റഫിങ്സ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റഫിങ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സായിട്ട് ഞാനിവിടെ ബദാമും കാഷ്യൂ നട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഡേറ്റ്സ് ആണ് ഉള്ളത്. ഡേറ്റ്സും ഇതെല്ലാത്തും ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിലല്ല, ഇങ്ങനെ ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട്, അതുപോലെ സ്റ്റഫിങ്സും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബോളാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ സ്റ്റഫിങ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ആ ഡേറ്റ്സും നട്ട്സൊക്കെ ആയിട്ടുള്ള സംഭവം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ സ്റ്റഫിങ്സ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെഴുക്കൊന്ന് പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്കൊരു 10-12 റവ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റവ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് എണ്ണ എടുത്തിട്ടില്ല, കുറച്ച് ഇതൊന്ന് മുങ്ങണ രീതിയിലുള്ള എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു ഞാനിതൊക്കെ ഇടുന്നത്. പക്ഷേ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാനതൊന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷമാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഇടുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണെങ്കിലും പൊരിച്ചെടുക്കേണ്ടത് നമ്മൾ ഒരു ചെറിയ തീയിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ റവക്കൊന്ന് പെട്ടെന്ന് ചിലപ്പോൾ സ്പ്ലിറ്റായിട്ട് കിട്ടും. അതേപോലെ പിന്നെ ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി റോസ്റ്റ് ആയ സംഭവമാണ്. പിന്നെ നമ്മൾ സ്റ്റഫിങ്സ് ആണെങ്കിലും നട്ട്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ജസ്റ്റ് ഒന്ന് ആ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ റവയുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, നമുക്കിതൊന്ന് ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഷുഗർ സിറപ്പ് അത്യാവശ്യത്തിന് ചൂടൊക്കെ ഉണ്ട്. അതേപോലെ റവ നല്ല ചൂടോടെ കൂടിയായിട്ടാട്ടോ ഞാൻ ഇടുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു, അതുപോലെ ഇട്ടതാണ്. അപ്പോൾ ഇതാ നമ്മുടെ റവ കൊണ്ടുള്ള നമ്മളുടെ ഒരു സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മളെ റവ ഗുലാബ് ജാമുണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്വീറ്റാണത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബൈ.